ആർജേസ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരും ഏതാണ്ട് ഒരേ ശബ്ദവും അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളാണ്. ട്രെയിൻ ഗതാഗതവും മുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു വലിയൊരു വാർത്ത അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് വേണ്ടി വായിക്കാൻ പറയുമ്പോഴേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് സെറ്റ് ആവില്ല. നിങ്ങൾ ഈ പറയുന്ന അല്ലെന്നേ നമ്മൾ പറയുന്ന ന്യൂസ് ന്യൂജൻ വാക്കുകൾ ഇതെന്ത് കോപ്പാന്നൊക്കെയുള്ള മട്ടില്ല. ഇതൊരു സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ പകരം വന്നത് ഏതോ അതിപ്രശസ്തയായ ഏതോ നടിയായിട്ട് മാറിയിട്ടുണ്ട്. ഇതിലെന്തായാലും ഞാൻ വഴക്കൊന്നും കേട്ടില്ല. പക്ഷെ ആരെങ്കിലും ഒക്കെ മെമ്മോയ്ക്ക് ഉത്തരം കൊടുത്തു. കൊല്ലത്ത് ഒരു ഷൂട്ട് നടന്നു. അന്ന് എന്നെ അതിലേക്ക് അഭിനയിക്കാൻ വിളിച്ചു. ഓടി തിയേറ്ററിലൊക്കെ വന്നു. എൻ്റെ മോന് അവൻ 2ാം ക്ലാസ്സിൽ എന്തോ പഠിക്കാം. ഈ സെമിത്തേരി ഭയങ്കര പേടിയായിരുന്നു. ഇവരുടെ കൂടെ വരുമ്പം സെമിത്തേരിയുടെ അമ്മ പേടിയാ എന്ന് പറയുന്നു. അവനിപ്പോൾ അതിനകത്ത് കിടക്കാൻ അവൻ അതിനകത്ത് ഇട്ടിട്ട് ഞാനങ്ങനെ പോകും വീട്ടിലേക്ക്. ഇവരവിടെ നിൽക്കും. ആ സമയത്ത് നമ്മൾ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഞങ്ങൾക്ക് എന്തും പറയാം. ചിലപ്പം ഉള്ളിൽ എവിടെയെങ്കിലും അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഏതെങ്കിലും കാലത്തായിരിക്കും ഇതൊക്കെ പുറത്ത് വരുന്നുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ വരുമ്പം ഓക്കെ പറയും എന്ന് ചോദിക്കാൻ പറ്റുമല്ലേ നമുക്ക്. ഇപ്പം പറയട്ടെ. ഏറ്റവും അധികം വാർത്ത വായിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യം, അതായത് നമുക്ക് കരച്ചിൽ വരുന്നതോ അല്ലെങ്കിൽ എനിക്ക് വായിക്കാൻ പറ്റില്ല എന്നുള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പരിപാടി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതങ്ങനെ ഒരുപാട് വരാറുണ്ട്. ഒരുപാട് പ്രിയപ്പെട്ടവരുടെ വിയോഗമൊക്കെ നമ്മൾ പറയേണ്ടി വരുന്ന സമയത്ത് നമുക്കും ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും അവര്. നമുക്ക് റേഡിയോയിലും പറയേണ്ടി വന്നിട്ടുണ്ട്. എനിക്കൊരു ലൈവ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ 2018 ഫ്ലഡ് ഉള്ള സമയത്ത് അന്ന് പെട്ടെന്ന് പറഞ്ഞു പാട്ടുകളൊക്കെ വലിച്ചോളൂ, പരസ്യങ്ങളൊക്കെ വലിച്ചോളൂ, ഉള്ള ഇൻഫോർമേഷൻസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. അപ്പോൾ നമ്മൾ ആർമി ആയിട്ടും പിന്നെ ഫുഡ് ഷെൽട്ടേഴ്സൊക്കെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും ആർജേസ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഒരു ഓഗസ്റ്റ് 17-ാം തീയതി ആ പീക്കിൽ നിൽക്കുക 2018 വെള്ളപ്പൊക്കം. ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ആലുവ ഇന്ന ഫ്ലാറ്റിന് ഓർമ്മയില്ല, ആലുവ ഇന്ന ഫ്ലാറ്റിൽ ഫസ്റ്റ് ഫ്ലോർ വരെ വെള്ളം കയറി. 2nd ഫ്ലോറിലാണ് എൻ്റെ വൈഫും എൻ്റെ വൈഫിൻ്റെ അനിയത്തിയും ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന കളമശ്ശേരിയിലാണ്. എനിക്കങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. എൻ്റെ വണ്ടി പകുതി വെള്ളത്തിലാണ്. എൻ്റെ വൈഫിൻ്റെ അനിയത്തിയും 2 പേരും പ്രഗ്നൻ്റാണ്. ആ ഫ്ലാറ്റിൽ ആരും ഇല്ല. എങ്ങനെയെങ്കിലും അവരെന്ന് രക്ഷപ്പെടുത്തണം. എനിക്ക് എന്നെ പറ്റി അറിയില്ല. എങ്ങനെയെങ്കിലും ഞാൻ ജോയിൻ ചെയ്ത വർഷം അപ്പോഴാണ് ഈ ഫ്ലഡ്. എൻ്റെ കൈ അങ്ങോട്ട് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം? കാരണം ഒരു ജീവൻ നമ്മളോട് പറയാണല്ലോ. ഞാൻ പെട്ടെന്ന് അപ്പം തന്നെ സാർ ഒന്ന് ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് പെട്ടെന്ന് അപ്പം തന്നെ അവരുടെ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ എടുത്തു. ഹെൽപ്പ് ലൈനിൽ വിളിച്ചു. അവർ ആ സമയത്ത് കറക്റ്റ് രക്ഷപ്പെടുത്തി. അദ്ദേഹം താങ്ക് യു സോ മച്ച്, എപ്പോഴെങ്കിലും വെച്ച് കാണാട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ കിട്ടിയത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ലൈവ്. എനിക്കറിയാം, ഞാൻ ഭയങ്കര ഷിവറായിപ്പോയി. കാരണം പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മളറിയാലോ ആ സമയത്ത് പെട്ടെന്ന് വെള്ളപ്പൊക്കം വരുന്നു. ഞാനൊന്നത് ഈ ഡൽഹിയിൽ നിന്നൊക്കെ വന്നുകൊണ്ട് ഈ വെള്ളപ്പൊക്കം എന്നെ സംബന്ധിച്ച് ഡൽഹിയിലൊക്കെ ഉള്ള സമയത്ത് ഉള്ള ഏറ്റവും കൂടുതൽ ജൂലൈ ഓഗസ്റ്റ് ന്യൂസുകൾ എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടുന്നത്. അപ്പൊ ഞാൻ ഈ നാട്ടിലേക്ക് വരുമ്പോൾ എന്റെ പേടിയോ ഇത് പൊട്ടിയോ ഇനി എന്താണിത് ഈ വെള്ളപ്പൊക്കം ഇങ്ങനെ. കാരണം ഞാൻ വരുന്ന വർഷമാണ് ഈ സംഭവം നടക്കുന്നത്. അല്ല, പക്ഷെ എന്റെ മൈൻഡ് അങ്ങനെ പോകണം ആ സമയത്ത്. അങ്ങനെ തോട്ട്സ് പോണത് ഇതെന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്നും അറിയില്ലോ. ആദ്യത്തെ 2 ദിവസം നമുക്കറിയില്ലോ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഷിവറൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ മാറി നിന്ന് കുറച്ചു നേരം കരഞ്ഞു. എനിക്ക് മാം എന്നെ പിടിച്ചോണ്ട് വന്നു, നീ ഒന്ന് റിലാക്സ് ആവും. കാരണം ഞാനൊന്ന് ജോയിൻ ചെയ്ത വർഷം എനിക്ക് എന്താ ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു. ആ വിഷ്വല് നമ്മുടെ മനസ്സിൽ വരും, പോവില്ല. അതിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഇപ്പൊ റേഡിയോ ആ ഒരു കാര്യത്തിൽ നമ്മൾ എല്ലാം പറയണം കേട്ടോ. എല്ലാ റേഡിയോസും അങ്ങനെ തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. ഓക്കെ ആവട്ടെ, പ്രളയമാവട്ടെ, അങ്ങനെയുള്ള എല്ലാ സമയങ്ങളിലും നമ്മൾ പാട്ട് വിളിക്കും. പാട്ടൊന്നും ഇടത്തില്ല, ഒരു പരസ്യമൊന്നും പോകത്തില്ല. നമുക്ക് ലോസ് ആണ്, പക്ഷേ എങ്കിലും അതല്ലല്ലോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ലൈവായിട്ട് നമ്മൾ അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടിരിക്കും. കോൾസ് എടുക്കും, കോൾ ബാക്ക് ചെയ്യും. നമ്മൾ ഏതാണോ സർവീസ് വേണ്ടത് കൊടുക്കും. ഞങ്ങൾ ക്യാമ്പ് ഇട്ടു. ബിഗ് FM ക്യാമ്പ് ഇട്ടിട്ട് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ലോഡ് കയറ്റി അയച്ചത്. 44 ലോഡ് കയറ്റി അയക്കുന്നില്ല, ഞങ്ങൾ ഡയറക്റ്റ് പോയി. ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ അവരുടെ വീടുകളിലേക്ക് ഡയറക്റ്റ് പോയി സാധനം കൊടുത്ത ആളാണ്. അപ്പൊ നേരിട്ട് കാണാണ്, എല്ലാം തീർന്നിട്ട് നിൽക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് ഓണത്തിനൊക്കെ ഒരുപക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഓണക്കാലം ഒന്നും അവർക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഓണമായിരിക്കാം. നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആലോചിക്കുമ്പോൾ അത് ഭയങ്കര സെന്റിയിലേക്ക് പോകും. പക്ഷെ അങ്ങനെയുള്ള ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നടക്കാൻ പറ്റില്ല. ഒരു ഡയറക്റ്റ് നേരിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ചെങ്ങന്നൂരിൽ നിന്ന് ഇതുപോലെ ഓണറിൽ ഇരിക്കുകയാണ്. അപ്പൊ ചെങ്ങന്നൂരിൽ നിന്ന് ആൾ വിളിച്ചിട്ട് അപ്പൊ ഇതുപോലെ കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എന്താ സംഭവിക്കുന്നത് അറിയില്ല. ആ വാർത്ത കഴിഞ്ഞത് രാത്രിയില്ല. വാർത്ത കഴിഞ്ഞ് അവരോട് ഓക്കെ നിങ്ങൾ പേടിക്കാതിരിക്കൂ, നമ്മളെപ്പോഴേക്കും എല്ലാ ചാനലുകളും ലൈവ് ഇതൊക്കെ തുടർന്ന് മോണിറ്ററിങ് ഇതല്ലേ നമ്മളതൊക്കെ ചെയ്ത സമയത്ത് ഇറങ്ങുമ്പം അമ്മ വിളിക്കുന്നു. അമ്മ പൊട്ടി നിൽക്കുകയാണ്. അത് ഞങ്ങളുടെ അവിടെ എല്ലാം വെള്ളം കയറി, വീട്ടിൽ ഫുള്ള് വെള്ളം കയറി. അമ്മ ചിറ്റയുടെ വീട്ടിലേക്ക് മാറി.
അതായത് അവിടെ എന്താണ് നടക്കുന്നത് അത് തന്നെ. ഇപ്പോൾ ഈ പറഞ്ഞാലും എനിക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റില്ല, കാരണം വീടും മൊത്തം മുങ്ങണ സമയത്ത് ഞാൻ അതേ സിറ്റുവേഷൻ പറയുന്ന അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. ഇപ്പോൾ 2018 സിനിമ അമ്മ ഇതുവരെ കണ്ടിട്ടില്ല, കാരണം അത് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇത് അറിഞ്ഞുകൊണ്ട് പക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുമായിരിക്കും, ചില കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തു. എന്നാൽ ചില വിഷയങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ ഒട്ടും പറ്റാത്ത കാര്യങ്ങളുണ്ട്. പുത്തുമലയിലെ അപകടം നടക്കുന്ന സമയത്ത് മണ്ണിനടിയിൽ പോവാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ടെലി വിളിക്കുമ്പോൾ അവർ പറയാം, ഇവിടെ കുറേ പേരുണ്ടായിരുന്നു, ഒരു 35 പേരുണ്ടായിരുന്നു, കാണാനില്ല, മണ്ണിനടിയില്ല. അപ്പം നമുക്ക് ഓണരിക്കും മണ്ണിനടിയിലോ ആണ്. അപ്പോൾ അത്രയും വലിയ ലാൻഡ് സ്ലൈഡ് ഈ അടുത്ത് കേരളത്തിൽ നടക്കണപ്പോഴാണ്. അല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു 35 പേര് അപ്പുറത്തുണ്ടായിരുന്നു, അവരൊന്നുമില്ല, അവരൊക്കെ മണ്ണിനടിയിൽ പോയി എന്ന് പറയുമ്പം നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. തുടക്കത്തിൽ ഞാൻ കരഞ്ഞു. ഏഷ്യാനുള്ള സമയത്ത് ആദ്യം തട്ടേക്കാട് അന്ന് ബോട്ട് ആക്സിഡന്റ് ആയിട്ട് കുട്ടികൾ മരിച്ച അവിടെ സ്കൂളിൽ പോയെന്ന് ട്രെയിനി പീരീഡാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ഡെഡ് ബോഡീസ് കൊണ്ടുവരികയാണ്, ചെറിയ കുട്ടികളാണ്, എല്ലാവരും ഭയങ്കരമായിട്ട് കരയാം. അപ്പം എനിക്കൊന്നും എൻ്റെ സെക്കൻഡ് മന്ത് എന്തോ ആണ് ആ സമയത്ത്. അപ്പം ഞാൻ എൻ്റെ കൂടെ തന്നെ കയറിയ ഐപോളിക്കടനാണ് വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്നത്. അവനും വായിച്ചു തുടങ്ങണേ ഉള്ളൂ. അപ്പം എന്താ ചെയ്യണമെന്ന് അറിയാം. ഇപ്പോൾ ടെലി കൊടുക്കണം, നമ്മൾ ഫോണിൽ കൊടുക്കുകയാണ്, ഫോൺ തന്നെ കൊടുത്ത് അധികമായിട്ടില്ല, റിപ്പോർട്ടറായിട്ട് നിൽക്കണം. അപ്പം അതുകൊണ്ട് കൊടുത്ത് വലിയ ശീലമില്ല. അപ്പം അവരുടെ പറഞ്ഞോളൂ 6 മണിയാവും എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഓരോ ഡെഡ് ബോഡി കൊണ്ടുവന്നു. ആ ഡെഡ് ബോഡി എല്ലാം മാറ്റി ആൾക്കാർ കൂട്ടക്കരച്ചിലൊക്കെ. ഒരമ്മ അവിടെ തൊട്ടടുത്ത പള്ളിയുണ്ട്, ആ അമ്മ പള്ളിയിൽ നിന്ന് പോകണില്ല, ആ പള്ളിയിൽ അവിടെ നിൽക്കാം. അപ്പം നമ്മൾ അവരോട് ചെന്ന് ചോദിക്കുക, എന്താ നിങ്ങൾ പോകാത്തതെന്ന്. അപ്പോൾ പറഞ്ഞു, എൻ്റെ മോന് അവൻ 2ാം ക്ലാസ്സിൽ എന്തോ പഠിക്കാം, ഈ സെമിത്തേരി ഭയങ്കര പേടിയായിരുന്നു അത്ര. ഇവരുടെ കൂടെ വരുമ്പം സെമിത്തേരിയുടെ അമ്മ പേടിയാ എന്ന് പറയുന്നു. അവനിപ്പോൾ അതിനകത്ത് കിടക്കാൻ, അവനതിനകത്ത് ഇട്ടിട്ട് ഞാനങ്ങനെ പോകും വീട്ടിലേക്ക്, ഇവരവിടെ നിൽക്കും. അപ്പോൾ ആ സമയത്ത് ഇത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് ലൈവ് വിളിച്ചിട്ട് എനിക്കിത് കേട്ടിട്ട് പറ്റാതെ ഞാൻ ലൈവിൽ കരയണു. എനിക്കിപ്പോഴും ആലോചിക്കുമ്പം അപ്പം അവിടെ നിന്ന് എനിക്കൊന്ന് അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ടാവും. പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല, നമ്മൾ പിന്നെ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അതേപോലത്തെ ഒരു 100 അനുഭവങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ പദം വന്നു. അതായത് ആ സമയത്ത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, ഞങ്ങൾക്ക് എന്തും പറയാം. ചിലപ്പം ഉള്ളിൽ എവിടെയെങ്കിലും അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ഏതെങ്കിലും കാലത്തായിരിക്കും ഇതൊക്കെ പുറത്ത് വരുന്നുണ്ടാവുക. പക്ഷെ ഇപ്പം ഇതൊക്കെ വരുമ്പം ഓക്കെ പറയൂ എന്ന് ചോദിക്കാൻ പറ്റുമല്ലേ നമുക്ക്, അങ്ങനെ ഇപ്പം കുറേ പറ്റും. ഈ കുഞ്ഞു മോളുള്ള അമ്മയായതുകൊണ്ടാന്ന് തോന്നുന്നത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആക്കുന്നത്. ഇങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ആകുമ്പോഴത്തേക്കും തിരുവോണമൊക്കെ അല്ലേ, കുറച്ചൊന്ന് ലൈറ്റ് ആക്കാം അല്ലേ? വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരും ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഈ വാർത്ത ചോദിക്കുമ്പോഴേ അല്ല, ഭയങ്കര വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. അതായത് ഞാൻ അളകാന്ത ചേച്ചിയോട് ചോദിക്കാം. ഒരുപാട് വാർത്തയൊക്കെ വായിച്ചിട്ടുള്ളതല്ലേ ചേച്ചി? വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് മൂക്കിലൊരു ഈച്ച വന്നിരുന്നിട്ടുണ്ടോ? അങ്ങനെയല്ല, ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ഈ അധികായന്മാരൊക്കെ എവിടെ നിന്ന് വരുന്നു? മുഖം മാറുന്നുണ്ട്. ഈച്ച വന്നിരുന്ന സംഭവം ദൂരദർശനിൽ വായിച്ചപ്പോ ഉണ്ടായിട്ടുണ്ട്. ദൂരദർശനിൽ ഈച്ച ഉണ്ടായിരുന്നോ? എങ്ങനെയോ അതിനകത്ത് കയറി കൂടി അത് അന്ന് വായിച്ച ആളുടെ മൂക്കത്ത് ഇരിക്കുകയും ചെയ്തു. പക്ഷെ ആ കടി കൊണ്ട് സഹിച്ച് അത് അത്രയും വായിച്ചു. ഈച്ച കടിക്കുവോ? എവിടാ ഈച്ച കടിക്കണം? നമുക്ക് ടെൻഡൻസി വായിച്ചോണ്ടിരിക്കുമ്പോ എന്റെ തലയുടെ മുകളിൽ ഹാങ് ചെയ്തിരുന്ന ഒരു ലൈറ്റ് പൊട്ടിത്തെറിച്ചു. അറിയോ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. വായിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ഫ്രണ്ടിൽ നിൽക്കുന്നവരൊക്കെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. മറ്റേ ഫയർ ഫൈറ്റിങ്ങിന്റെ ഇതൊക്കെ ഉണ്ട്, അതെല്ലാം എടുത്തോണ്ട് വരുന്നു, ഇങ്ങനെ വീശുന്നു. അപ്പൊ ഇതിനകത്ത് വെച്ചിരുന്ന ബട്ടർ പേപ്പറും കത്തി. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ചാമ്പൽ ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തോ കത്തുന്നുണ്ടെന്നുള്ള എനിക്കറിയാം, കാരണം സ്ക്രിപ്റ്റിന്റെ പുറത്ത് ചാരം വീഴുന്നുണ്ട്. അപ്പൊ എന്തോ കത്തുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ഇൻസിഡന്റ് കണ്ടിന്യൂ ചെയ്തു. ഞാനായിരുന്നു ഇറങ്ങി ഓടിയാനേ. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാനൊരിക്കൽ ഇതുപോലെ വായിച്ചോണ്ടിരിക്കുമ്പോഴേ എന്റെ ദേഹത്തൂടെ ഒരു പാറ്റ ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു. അപ്പൊ എനിക്ക് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ കൂടെ സ്ട്രിക്റ്റ് ആണ്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം, അന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മളിങ്ങനെ ഇരിക്കണം. അപ്പോ ഇതുപോലെ അത്രയും വിഷ്വൽ റിച്ചും അല്ല അന്ന്. നമ്മളെ തന്നെ ആയിരിക്കും കൂടുതൽ ഫ്രെയിമിൽ കാണിക്കുന്നത്. അപ്പൊ ഒന്നും ചെയ്യാനില്ല, രാത്രിയിലത്തെ ഒരു ബുള്ളറ്റിനാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി പാറ്റയ്ക്ക് ഒരു സ്മെല്ലുണ്ടല്ലോ. ഇപ്പൊ ഈ കോക്രോച്ച് എന്ന് പറയുമ്പോ അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പാറ്റ ഒട്ടും മോശക്കാരല്ലാന്ന് ഇപ്പൊ അവർ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എനിക്ക് മനസ്സിലായി ഒരു പാറ്റയാണ് എന്റെ ദേഹത്തെ കൂടെ ഇങ്ങനെ കടന്നു വന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ തട്ടി, പക്ഷെ അത് പോകുന്നില്ല. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ഒരു 3-4 തവണ അതിന്റെ ഞാൻ ഒട്ടും ഇതാകാതെ. ചേച്ചിക്ക് എപ്പോഴെങ്കിലും അത് നന്നായും തോന്നിയോ? ഞാൻ നോക്കാതിരുന്നത് നന്നായി, കാരണം നോക്കിയിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങി ഓടിയാനേ. ഇല്ല, ഞാൻ ഓടൂല്ല. ഇല്ല, പ്രസൻസ് ഓഫ് മൈൻഡ് എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ ഞാനിങ്ങനെ തട്ടിക്കളഞ്ഞു. അങ്ങനെ ഒരു 3-4 തവണ തട്ടിക്കളഞ്ഞിട്ട് ഞാനിരുന്നു. പക്ഷെ അന്നിപ്പോ ഇതുപോലെ യൂട്യൂബ് കമന്റ്സ് അങ്ങനൊന്നും ഇല്ലല്ലോ. പിന്നീട് ലെറ്റർ വന്നതായിട്ട് എന്നോട് ചാനലിന്റെ ആളുകൾ പറഞ്ഞു. അത് കണ്ടിട്ടിരുന്ന ആളുകൾ
കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് അവരെ അത് അറിയിക്കണം എന്നൊക്കെ പാറ്റയെ പറഞ്ഞു. അത് ഓടിച്ചില്ലല്ലോ, നന്നായിട്ട് അത് മാനേജ് ചെയ്തു എന്നുള്ളത്. ദേ ഇപ്പോഴും ഒരു ഈച്ച വന്നിരുന്നു. പക്ഷെ ഇവിടെ എന്തുവേണ്ടത് ചെയ്യാൻ ചേച്ചി? അങ്ങനെ 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 വേറെ ഏത് ചാനലിലാണെങ്കിലും നമുക്ക് തട്ടുവോ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ദൂരദർശനിൽ അന്നത്തെ കാലം അന്ന് നമ്മളെ ഈച്ച തട്ടിയെങ്കിൽ നമ്മളും അവിടെ നിന്ന് തട്ടി മാറ്റപ്പെടുമായിരുന്നല്ലേ? ഈ അടുത്ത കാലത്ത് ഈച്ച വന്നിട്ട് ഞാൻ തട്ടിക്കളഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ തന്നെ എന്നെ ഉറുമ്പെന്ന് വന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചി മറക്കാതെ വെച്ചിരിക്കുന്ന ഭയങ്കര രസകരമായ ഒരു അനുഭവം എന്തായിരിക്കും? അതെനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ദൂരദർശന്റെ ആദ്യത്തെ വാർത്താ വായനയാണ്. ആദ്യം വായിച്ച ദിവസം ഈ പറഞ്ഞ പോലെ ഫ്ലോർ മാനേജറാണ് നമുക്ക് ക്യൂസ് തരുന്നത്. പാനലിൽ ഇരിക്കുന്നവരായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല, ഇന്നിയർ ഇല്ല. അത്രേ ഉള്ളൂ. ഇല്ല ഇന്നിയർ ഇല്ല. നമുക്ക് ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. അപ്പം സ്ലോ ആണെങ്കിൽ ഓരോ ഫ്ലോർ മാനേജേഴ്സിനും ഓരോ രീതിയാണ്. ചിലരാണെങ്കിൽ ഇങ്ങനെ കാണിക്കും, ചിലരാണെങ്കിൽ ഇങ്ങനെ കാണിക്കും, വൈൻഡപ്പ് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കും. ഓരോരുത്തർക്കും ഓരോന്നാണ്. ഞാൻ ആദ്യം വാർത്ത വായിച്ച ദിവസം രാജഗോപാൽ ആയിരുന്നു ഫ്ലോർ മാനേജർ. അന്നത്തെ ഇങ്ങനെ കാണിച്ചു, എനിക്ക് മനസ്സിലായില്ല. കണ്ടിന്യൂ ചെയ്തു. ഞാൻ മുഴുവൻ വായിച്ചു തീർത്തിട്ട് നിർത്തിയുള്ളൂ. അന്ന് വാർത്ത വായന കഴിഞ്ഞ ഡൽഹി ദൂരദർശനിലേക്ക് കൈമാറും. അപ്പൊ അതിന് കുറച്ച് സെക്കൻഡ്സ് ഡിലേ വന്ന് ആരൊക്കെ എന്തൊക്കെ എക്സ്പ്ലനേഷൻസ് കൊടുത്തെന്നോ ആർക്കൊക്കെ മെമ്മോ കിട്ടിയെന്നോ എനിക്കറിയില്ല കേട്ടോ. ബൈജു ചന്ദ്രൻ സാർ എന്നോട് ചോദിച്ചു, എന്താടോ നിർത്താഞ്ഞേ? ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. ആരും എന്നെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട് ദൂരദർശനിൽ. നമ്മളെ അങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ചെയ്യോ, നമ്മളെ അങ്ങ് ക്രിട്ടിസൈസ് ചെയ്ത് കൊല്ലും, അങ്ങനെ ഒന്നുമില്ല. അവർ പറയാനുള്ള കാര്യങ്ങൾ പറയും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. പക്ഷേ ചെറിയ കാര്യങ്ങളുടെ പേരിലൊന്നും ഇതിനെന്തായാലും ഞാൻ വഴക്കൊന്നും കേട്ടില്ല. പക്ഷെ ആരെങ്കിലും ഒക്കെ മെമ്മോയ്ക്ക് ഉത്തരം കൊടുത്തിരുന്നോ എന്തെങ്കിലും സാറിന് അറിയാമോ? ഞാനല്ല കൊടുത്തത്. ഡൽഹിയിൽ മെമ്മോ. അതെല്ലേ? ലൈവില് നിങ്ങൾ റേഡിയോയിലിരിക്കുമ്പോ പിന്നെ പാറ്റ വന്നാലും പഴുതാര വന്നാലും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, കാണുന്നില്ല. വേറെന്തെങ്കിലും അങ്ങനെയുള്ള ഇതുപോലത്തെ വിചിത്രമായ അനുഭവം അത് വന്നാലും നമ്മൾ മാനേജ് ചെയ്യും. അങ്ങനെ എനിക്ക് വന്നു എന്ന് പറഞ്ഞത് ചെയ്യും. അത് പിന്നെയും കുഴപ്പമില്ല. മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഓടായിരുന്നു സംസാരിക്കുന്നതിൽ പരം വലുതായിട്ടൊന്നുമില്ല. മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് കാര്യമായിട്ട് ലിങ്ക് ചെയ്തോണ്ടിരിക്കാം. ഒരു ചെറിയ മ്യൂസിക് ഇടും നമ്മൾ, ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇടാറുണ്ട് ലൈവില്. കാരണം അതൊരു ലൈവ് ഫീൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ മ്യൂസിക് മാത്രം പോകുന്നു. അവസാനം അപ്പുറത്ത് നിന്നൊക്കെ വിളിച്ചിട്ട് അയ്യോ മൈക്ക് എന്നൊക്കെ വിളിക്കുമ്പോഴായിരിക്കും ഓ മൈക്ക് ഓൺ ചെയ്തില്ലേ, എന്നിട്ട് വീണ്ടും സോറി ചെറിയൊരു ടെക്നിക്കൽ പ്രശ്നം വന്നു, നമുക്ക് കണ്ടിന്യൂ അടുത്ത പാട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് നമ്മളതിനെ അങ്ങനെ ചെയ്ത് പോകാറുണ്ട്. കൊടുത്തു? ഇല്ല അങ്ങനെ അങ്ങനെ അത് വന്നിട്ടില്ല. ഞാൻ മനഃപൂർവ്വം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, അതൊക്കെ കുറെ പണ്ട് കേട്ടോ, ഇപ്പോഴൊന്നുമല്ല, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അറിയാലോ 10-20 വർഷം എന്നൊക്കെ പറയുമ്പോൾ അത് മുൻകൂർ ജാമ്യം എടുത്താ ഇപ്പൊ എങ്ങനെ വന്ന ജോക്കിങ്ങിനുള്ള സ്വാതന്ത്ര്യമാണ്. ജോക്കിങ്ങും ന്യൂസിലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ട്. ഞാൻ സീരിയലിലും സിനിമയിലൊക്കെ ന്യൂസ് വായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കുറച്ച് സെക്കൻഡ്സേ ഉള്ളല്ലോ നമുക്ക്, പെട്ടെന്ന് അത് പോവും. അപ്പൊ തന്നെ കണ്ടിട്ടുണ്ട് എന്തോരം ടെൻഷനാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്ത് നിങ്ങളെ കേട്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ഫാർ ബെറ്റർ ഫ്രീഡം എൻജോയ് ചെയ്താണ്. തീർച്ചയായിട്ടും 20 വർഷമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡ്, അതൊരു ജോലിയായിട്ടല്ല, നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്ന, ഒപ്പം പാട്ട് കേൾക്കാൻ പറ്റുന്നു, ഒപ്പം ആളുകളോട് സംസാരിക്കാൻ പറ്റുന്നു, ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും കൂടി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടും സ്വാധീനമുണ്ട്. കാരണം ഇപ്പോൾ അത് വേണം എന്ന് നമ്മുടെ കമ്പനി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എത്രത്തോളം റേഡിയോയിൽ ഇൻവോൾവ് ആണോ സെയിം ടൈം സോഷ്യൽ മീഡിയയിലും ഇൻവോൾവ് ആയിരിക്കും. എനിക്ക് അതിലൊരു സംശയം തോന്നുന്നു. ഈ RJs നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരും ഏതാണ്ട് ഒരേ ശബ്ദവും ഒരേ രീതിയിൽ സംസാരിക്കുന്ന പോലെ നമുക്ക് ചിലര് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത, അത് അങ്ങനെ വേണം. ചേച്ചി എനിക്ക് തോന്നുന്നു അതിൽ ചെറിയൊരു വ്യത്യാസം തോന്നാൻ സാധ്യത പുരുഷന്മാരുടെ ശബ്ദത്തിൽ. പുരുഷന്മാരുടെ അല്ല, ലേഡീസിന്റെ. അത് തീർന്നു. അത് ഞാൻ എപ്പോഴും പറയട്ടെ, എന്റെ സ്റ്റേഷനിൽ തന്നെ ഒരുപോലെയാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇത് അങ്ങനെ ആക്കി മാറ്റുന്നതാണോ? അല്ലല്ല, ഒരിക്കലും. കാരണം പലരും ചോദിക്കാറുണ്ട് നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ തിരുവനന്തപുരം തന്നെയാണോ? ഞാൻ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം തന്നെയാണോ? പിന്നെ എന്തെങ്കിലും സംസാരിക്കുന്നത്? പക്ഷെ നമ്മൾ വീണ്ടും ഞാൻ പറഞ്ഞു 20 വർഷം നമ്മൾ ആ ശീലിച്ച് വന്നതാണ്. നമ്മളോട് ആദ്യമേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇന്ന സ്ഥലത്തെയാണെന്ന് നിങ്ങൾ പെർട്ടിക്കുലർലി ഐഡന്റിഫൈ ചെയ്യരുത് എന്ന് പറയാറുണ്ട്. ന്യൂട്രൽ ആയിട്ട് നിൽക്കണം എന്നുള്ളത്. അപ്പം എവിടെ പോയാലും നമ്മൾ ചിലപ്പോൾ ആ സ്ഥലവുമായിട്ട് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതുപോലെ ആവുന്നത്. പക്ഷെ ഈ ശബ്ദത്തിന് മാറ്റം വരുത്താൻ ഇതുവരെ അതൊരു കാര്യമുണ്ട്. അത് ഈ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണത്. സൈക്കോളജിയിൽ മിററിംഗ് ഇഫക്റ്റ് എന്ന സംഭവം പറയും. നമ്മൾക്ക് ഒരാളിനോട് വല്ലാത്ത പ്രതിപത്തി തോന്നിയാൽ, വല്ലാത്ത ആദരവ് തോന്നിയാൽ അറിയാതെ നമ്മൾ ആ ആളിനെ അനുകരിക്കും. ഇപ്പം അനുജോട് വളരെ താല്പര്യം തോന്നുന്ന ഒരു ന്യൂസിലെ പുതിയ കുട്ടി, ഒരു ന്യൂജൻ കുട്ടി, കുട്ടി
അനുകരിക്കും. അത് അറിഞ്ഞോട് വേണമെന്നില്ല, അറിയാൻ സംഭവിക്കാം. എന്തിനാ ഇരിക്കുന്നത് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഈ ന്യൂജൻ കുട്ടികൾക്ക് വന്നിട്ടുണ്ട്. അതായത് റേഡിയോയിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച പോലെ ഓഡിയൻസ് അല്ലെങ്കിൽ പ്രേക്ഷകര് അഭിപ്രായം ചോദിക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് അച്ചടി ഭാഷയിൽ പറയുന്നു എന്നതുപോലെ റേഡിയോ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു ലിങ്ക് ചെയ്യുന്നു, നമ്മളൊരു RJ ഹണ്ട് നടത്തുന്നു. ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നമ്മൾ RJ ഹണ്ട് ചെയ്യാനായിട്ട് പോകാറുണ്ട് കുട്ടികളെ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരോട് ചുമ്മാ ഒരു ടോപ്പിക് കൊടുത്തിട്ട് ഇപ്പോൾ ഓണം എന്ന് പറയാൻ പറഞ്ഞാൽ നമസ്കാരം സുമിയാണ് കൂടെയുള്ളത് 92 പോയിന്റ്സ്, ഇതാണ് ആ രീതി എന്നുള്ളതാണ് അവരുടെ തോട്ട്. അതായി പറഞ്ഞ ഈ മിറർ എഫക്ട് എന്ന് പറയുന്നത് എന്താണോ അവർ കണ്ട് ഇഷ്ടപ്പെട്ട്, ഇതാണ് റേഡിയോ, ഇതാണ് ന്യൂസ്. നികേഷ് സാർ ഇരുന്ന് ഇങ്ങനെ തുടങ്ങിയ ശേഷം എനിക്ക് എല്ലാവരും ആ ഒരു എല്ലാവരും അത് എന്താ മിററിംഗ് എന്ന് പറയുന്നത് നമ്മൾ അബോധപൂർവ്വം നമ്മൾ ഉണ്ടാകുന്നതാണ്. ഞാനിപ്പോൾ അപർണയോട് എനിക്ക് അസാമാന്യമായ ഒരു ആരാധന വരികയാണെങ്കിൽ കുറച്ചേരം കഴിയുമ്പോൾ അപർണ ഇരിക്കുന്ന പോലെ എനിക്ക് ഇങ്ങനെ വെച്ചിരുന്നു. സംസാരിക്കുന്ന പോലെ വന്നു. ഞാൻ സൈക്കോളജി പഠിച്ചിട്ടുള്ളതുകൊണ്ട് പറയാണ്. അത് നമ്മൾ സൈക്കോതെറാപ്പിയിൽ ആളുകൾ ചികിത്സിക്കുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് അവരുടെ ഉള്ളിലെ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ മനഃപൂർവ്വം ചെയ്ത് ഇപ്പോൾ വീണയോടാണ് ഞാൻ വീണയെ കൊണ്ട് സംസാരിപ്പിക്കുന്നെങ്കിൽ വീണ സംസാരിച്ച് കുറച്ച് നേരം ഞാനും എന്ന് പറയും. അല്ല, ഞാൻ ആലോചിച്ച എന്നെ പോലെ തന്നെ സാർ അവതരിപ്പിക്കുന്ന ഞാനൊന്ന് ആലോചിച്ച് നോക്കിയത് ഒരു നിമിഷം. മനഃപൂർവ്വം ചെയ്യാം, അത് മനഃപൂർവ്വം ചെയ്യാം. സാറിന്റെ ക്ലോസ് കാണിക്കും ആ സമയത്ത് പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്താ കണ്ണ സാർ അങ്ങനെ നമ്മുടെ താത്വികമായ ഒരു അവലോകനമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. നമുക്ക് ഇങ്ങോട്ട് വരാം. അതായത് റേഡിയോയിൽ 20 വർഷത്തെ പരിചയമുള്ള ഈ പൂർവികയോടും 40 വർഷത്തെ പരിചയമുള്ള ഇദ്ദേഹത്തോടും 8 വർഷത്തെ പരിചയമുള്ള ആൾക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കാം. പെട്ടെന്ന് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഓക്കെ, ഞാൻ സാറിനോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ പഴയതും പുതിയതായിട്ട് പറഞ്ഞല്ലോ, പുതിയതിൽ സാറിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? എനിക്ക് ഹേമന്തിനോട് മറുപടി വേണ്ടി ഇഷ്ടമാണ്. കാരണം ഹേമന്തിൻ്റെ അച്ഛനെ എനിക്കറിയാം, വല്യച്ഛനെ എനിക്കറിയാം. ഈ പരമ്പരാഗതമായിട്ട് ഇവരുടെ കഥകളി ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് സംസ്കാരത്തെ നമ്മുടെ ആധുനിക ജീവിതവുമായി കൂട്ടിയിണക്കേണ്ടതെന്ന് പഠിച്ച ഒരു ഫാമിലിയാണ്. ഹേമന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ആദ്യത സംസ്കാരത്തെ ആധുനിക ജീവിതവുമായി ഭംഗിയായിട്ട് അലിയിച്ചു ചേർത്തെടുക്കുന്ന രീതി ഉണ്ടല്ലോ ഹേമന്തിൻ്റെ, സുജയുടെയൊക്കെ. അതാണ് ഇന്നത്തെ കാലത്ത് RJസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ എപ്പോഴെങ്കിലും എന്നോട് എപ്പോഴെങ്കിലും ഇവരുടെ ഈ ഒരു പയനീഴ്സിന്റെ അവരുടെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നമ്മുടെ റിസർവ്ഡ് ആയിരിക്കും തോന്നുന്നു. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പണ്ടത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഷോർട്ട് ആൻഡ് സ്ക്രിപ്റ്റ് പരിപാടി ഇപ്പൊ നമ്മൾ പറയട്ടെ, ഇപ്പൊ വീണയ്ക്ക് ചിലപ്പോൾ പറയായിരിക്കും നമുക്ക് ഇത്രയും ചാനൽസിന് ഇത്രയും ആൾക്ക് TRP, നമ്മുടെ ഇത്ര വ്യൂസ് വരണം, അല്ലെങ്കിൽ ഇത്രയും ഗസ്റ്റുകൾ വരണം, അല്ലെങ്കിൽ ഇത്ര ഷോസ് നമ്മൾ ഇത്രയും ഗസ്റ്റുകൾ കൊണ്ടുവരണം. അന്ന് ഇത്രയും പ്രഷർ ഇല്ലല്ലോ നമുക്ക്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പണ്ടത്തെ ആയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്കിത് ഇഷ്ടം. നമ്മളിപ്പോൾ എങ്ങനെയായിരുന്നോ അത് കുറച്ച് നല്ല ഫ്രീഡമാണ്. അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നവർ നന്നായിട്ട് അതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളിൽ ആരാണ് ഏറ്റവും സ്മാർട്ട് എന്ന് നോക്കാനുള്ള ഒരു ടാസ്ക് കോണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ വീണോട് ചോദിക്കും, വീണയ്ക്ക് എന്തൊക്കെയോ ഇടയിൽ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞില്ല, ഭയങ്കര ഒരു ടെൻഷനില്ല, എല്ലാ ആഴ്ചയിലും ആലോചിച്ചോണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഇപ്പൊ തന്നെ നോക്കിയേ, നിങ്ങളൊക്കെ എന്നോട് സഹകരിച്ചില്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്യും. അതുകൊണ്ട് ഞാനൊരു ടാസ്ക് ഒക്കെ തരുന്നത്. അതായത് തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട്. അപ്പൊ ഇത് നമുക്ക് പല രീതിയിൽ അവതരിപ്പിക്കാം. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് അത് എങ്ങനെ അവതരിപ്പിക്കും? ദൂരദർശനിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വിഷ്വൽസും അതിനെ തന്നെ ചൊല്ലി അതിന്റെ പുറകെ അരമണിക്കൂർ വിഷ്വൽസ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ റിപ്പോർട്ടിംഗ്. റേഡിയോയില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പാട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ലൈവായിട്ട് അപ്ഡേറ്റ് കൊടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളയമ്പലത്താണെന്നുണ്ടെങ്കിൽ അതെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളയമ്പലം ഭാഗത്ത് വെള്ളക്കെട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവഴി പോകുന്ന ആൾക്കാർ സ്ഥലം മാറി നിങ്ങൾക്കറിയാവുന്ന വേറെ എളുപ്പ വഴികളുണ്ടെങ്കിൽ അതുവഴി പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വീണ്ടും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ മറ്റു കാര്യങ്ങൾ ബാക്കിയുള്ളവരെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, ഞാൻ അറിയിക്കുന്നതായിരിക്കും. പാട്ട് കേട്ടിന് വീണ്ടും തിരിച്ചു വരാം. ഓക്കെ, ജില്ലായിട്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും? നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളാണ്. എല്ലാ ട്രെയിൻ ഗതാഗതവും മുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു വലിയൊരു വാർത്ത അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യുക? വളരെ പെട്ടെന്ന് അടിയന്തര ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ആഭ്യന്തര വകുപ്പ്. പെട്ടെന്ന് പോലീസ് സേനയെ വിന്യസിക്കാൻ പറഞ്ഞിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പെട്ടെന്ന് വീടുകളിലേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്
കേരളത്തിന്റെ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമ്മുടെ പ്രതിനിധി സലീം അലി കൂടി ചേരുന്നുണ്ട്. സലീം, എന്താണ് ചെയ്യുക? വളരെ അടിയന്തരമായിട്ട് ഈ വിഷയം ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കേന്ദ്ര സേനയുടെ സഹായം വേണ്ടി വരുമോ കേരളത്തിന്? എന്താണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്താണ് സലീം? ശരിക്കൊരു ന്യൂസ് കേട്ടോ. ചെറിയൊരു അല്ല, വെള്ളക്കെട്ട് മട്ടിലാണല്ലോ. എനിക്ക് തോന്നി കേരള സംസ്ഥാനം മൊത്തം കണ്ണൻ സാർ എങ്ങനെ പറയും? ഞാൻ വലുതായിട്ടൊന്നും പറയാൻ പോകുന്നില്ലെന്ന്. ഞാൻ റിട്ടയർ ആയി പറയത്തില്ല. ഇല്ലാത്തൊന്നും പറയില്ല, ഇല്ലാത്തൊക്കെ അല്ല, പിന്നെ ടിവിയിൽ കാണിക്കുമ്പോ വിഷ്വൽസ് കൂടുതൽ കാണിച്ചിട്ട് നമ്മൾ പറയുന്ന 2 വാചകമായാലും മതി, അതിന് ഇഫക്റ്റ് കൂടുതലാണ്. പക്ഷെ റേഡിയോ ഇല്ലാത്ത വാർത്ത പറയാൻ നമുക്കത് പറഞ്ഞുകൂടാ. നമുക്ക് ആ രീതിയിൽ വായിച്ചിട്ടുള്ള വാർത്തകളാണ്. അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് ഈ ഫ്ലഡ് ഒക്കെ പറഞ്ഞപ്പോ ഓർമ്മ പറഞ്ഞതാ. പക്ഷെ അല്ലാത്ത ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി വായിക്കാൻ പറയുമ്പോഴേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സിനിമ അവർ തരുന്ന ന്യൂസ് തരുമ്പം നമുക്ക് സെറ്റ് ആവില്ല. അത് ഒരു ഒറ്റ തവണയാണ് പ്രോപ്പറായി പോയിരിക്കുന്നത്. അത് ഏത് വാർത്ത പറയാം, പുലി ഇറങ്ങി എന്നൊക്കെ ഒരു വേറെ തരത്തിലൊക്കെ പറയാം. അപ്പൊ ഞാൻ മിക്കപ്പോഴും എനിക്കൊന്ന് ഞാൻ എം എൻ നിഷാദോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് സ്ക്രിപ്റ്റ് മാറ്റോ, വായിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന അല്ലെന്നേ നമ്മൾ പറയുന്ന ന്യൂസ് നമുക്ക് ആ ഫീല് വരുന്നില്ല എന്ന് പറയാം. അതെനിക്കും ഉണ്ടായിട്ടുണ്ട് ആ ഒരു പ്രശ്നം. അവരെ ന്യൂജൻ വാക്കുകൾ അത് ഇതെന്ത് കോപ്പാന്നൊക്കെയുള്ള മട്ടിൽ എഴുതി ശരിക്കും ഞാൻ പറഞ്ഞു ഈ സെന്റൻസ് ഞാൻ വായിക്കില്ല. ഒരു തവണ നിപ്പയാണ് പേരറിഞ്ഞുകൂടാ, ഒരു രോഗം വരികയാണ് എന്ന് പറയുന്നു. അപ്പം അതന്ന് ഞാൻ ചർച്ചയിലിരുന്ന് വായിക്കാം. അത് കഴിഞ്ഞിട്ട് വൈറസ് സിനിമ വരുമ്പം ആഷിഖ് വൈറസ് വന്ന സമയത്തും അത് തന്നെ എനിക്ക് റിയൽ ലൈഫിൽ വായിക്കേണ്ടി വന്നു. അപ്പം ഞാനിത് വായിച്ചു, കാരണം അന്ന് വായിച്ചു. അത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും നിപ്പ റിപ്പോർട്ട്, അപ്പം വീണ്ടും വായിക്കേണ്ടി വന്നു. അത് എനിക്ക് തോന്നുന്നു ആകെ ഞാൻ സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വായിച്ചിരിക്കുന്നത്. ബാക്കി ഈ പറഞ്ഞ പോലെ ഇല്ലാത്ത വാർത്ത വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ്, റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചേച്ചി ഇതിന് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടില്ല, ഇതുപോലെ വാർത്ത വായിച്ചു കൊടുത്തത്. വഴിതെറ്റി ഇങ്ങോട്ട് വന്നാണ്. ആ കഥകളും കൂടെ ഇവിടെ ചോദിക്കണം. അത് സിനിമയിലേക്ക് പോകേണ്ട ടീം വഴിതെറ്റി ഇങ്ങോട്ട് വന്നാണ്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഏതോ ഒരു സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ പകരം വന്നത് ഏതോ അതിപ്രശസ്തയായ ഏതോ നടിയായിട്ട് മാറിയിട്ടുണ്ട്. അതൊക്കെ പറയാത്താണ് വീണ, ഇതൊക്കെ പറയാത്താണോ? ആ കഥ പുറത്തു വിടണം. ഒന്നുമില്ലെന്നേ, പണ്ട് ഞാൻ പറയാനൊന്നുമില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് കൊല്ലത്ത് ഒരു ഷൂട്ട് നടന്നു. അന്ന് എന്നെ അതിലേക്ക് അഭിനയിക്കാൻ വിളിച്ചു. അതേതായിരുന്നു സിനിമ? അതൊന്നും ഞാൻ പറയില്ല. പ്രശസ്തമായ ഒരു സിനിമ. പ്രശസ്തമായ സിനിമയിലെ പ്രശസ്തയായ നടിയായിട്ടാണ് അഭിനയിക്കാൻ വിളിച്ചത്. ഡാൻസർ ആയിട്ടായിരുന്നു ഹൈലൈറ്റ് റീലാണ്. സിനിമ എനിക്ക് ആലോചിച്ച് കിട്ടുന്നില്ല. ഏതാണ് ആ ചിത്രം? ഇല്ല അല്ലല്ല, ഏത് വർഷം? ഉർവശി, ശോഭന, നായകനായിരുന്നു. അന്ന് ഞാൻ പറയില്ല. വേണ്ടെന്നേ, അത് അവിടെ വെച്ചങ്ങ് കട്ട് ചെയ്തു, തീർന്നു. പക്ഷെ അതോർത്ത് വിഷമിച്ചിട്ടില്ലേ? ഞാൻ ആ സിനിമയിൽ നിന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയായിരുന്നു? എനിക്ക് ക്യാമറയിൽ നോക്കി അഭിനയിക്കാൻ അറിയില്ല. ആണല്ലേ? എന്റെ അതേ വിഷമം. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ഞാൻ ജീവിക്കും അങ്ങോട്ട്. അപ്പൊ ഈയിടെ പോയി ഡാൻസ് അരങ്ങേറ്റ ഇവിടെ പറയണില്ല കേട്ടോ. മനസ്സിലായി, ആളുകൾ ചോദിച്ചെടുത്തപ്പോ ഈയിടെയാണ് ഏഷ്യാനെറ്റ് അത് വാർത്തയായി കൊടുത്തു. അത് അല്ല, അരങ്ങേറ്റം ഗുരുവായൂർ വെച്ചു. അരങ്ങേറ്റം അല്ല, പക്ഷെ ഒരു ബ്രേക്കിന് ശേഷം പണ്ട് ഞാൻ ബ്രേക്ക് ഡാൻസ് പണ്ടേ കളിക്കൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? ഞാൻ അഭിനയിച്ചോ? ഏത് സിനിമ? 3 സിനിമയിൽ അഭിനയിച്ചു. ഓ മൈ ഗോഡ്, ഒരു പ്രശസ്ത സിനിമാടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞേ, ചെറുതിലെ ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഡയൽ 100 എന്ന് പറഞ്ഞൊരു സിനിമ ഓടി, തിയേറ്ററിലൊക്കെ വന്നു. ഒരു 35 ദിവസമൊക്കെ ഓടി. പിന്നെ ഇപ്പം ട്രിപ്പിൾ ഡെക്കർ എന്ന് പറഞ്ഞിട്ട് അത് OTT റിലീസ് ആവുന്നു. കൃഷ്ണ പൂജപ്പുര സാറിന്റെ സ്ക്രിപ്റ്റ്. പിന്നെ ദീപു കരുണാകരൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ, അത് സിബിൽ സ്കോർ
അതിന് വരാനുണ്ട് സിനിമ. അത് ആക്റ്റീവ് സിനിമ. ഒരു വലിയ സിനിമ നടിയാണ് ഇവിടെ ഇരിക്കുന്നത്, ആരോടും പറഞ്ഞില്ല. ഞാൻ ഇപ്പഴാ ഇതിലൊക്കെ ഇറങ്ങിയ ഡ്രാമയിൽ അഭിനയിച്ചു. അത് യാദൃച്ഛികമായിട്ട് സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യമൊക്കെ എനിക്ക് വലിയ പേടിയുള്ള ഒരാളായിരുന്നേ. ഞാൻ സ്റ്റേജിൽ കയറുമെങ്കിൽ ആരെങ്കിലും ഒരാൾ കൂടി എൻ്റെ കൂടെ വേണം. ഒറ്റയ്ക്ക് കയറൂല, അതായത് ഗ്രൂപ്പ് ഡാൻസ്. ഞാൻ പെട്ടെന്ന് എല്ലാവരോടും ചോദിക്കുകയാണ്, ഓണത്തിന് നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് ഒരു ഡിഷ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം തരികയാണ്. ഒരു കറി പെട്ടെന്ന് ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കും? ഞാനാണെ ഒന്നും ഉണ്ടാക്കില്ല, ബിക്കോസ് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വീണയുടെ സൈഡാ. ഞാൻ എവിടുന്ന് എന്താ മേടിക്കാൻ പറ്റാന്ന് അനുജ ചേച്ചി ഞാൻ എല്ലാ ദിവസവും സ്വന്തം കുക്ക് ചെയ്ത് ഓഫീസിൽ സ്വയം ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുപോയി കഴിക്കുന്ന ഒരാളാണ്. അവിയൽ, സാമ്പാർ, തീയൽ എല്ലാം ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കി നന്നായി കുക്ക് ചെയ്ത് ഭക്ഷണം വീട്ടിലുള്ളവർക്കും എനിക്കും കഴിക്കുന്നത്. അതുകൊണ്ട് ഈ ഓണത്തിന് പ്രത്യേകിച്ചെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ. പിന്നെ ഓണത്തിന് എപ്പോഴും 24 തുടങ്ങിയതിന് ശേഷം രാവിലെ മുതൽ ഞങ്ങൾ ആങ്കേഴ്സും SKN സാറും കൂടെ നിന്നിട്ടുള്ള ലൈവ് ഷോ ആണ്. അപ്പൊ ആ ദിവസം കുക്ക് ചെയ്യാന്നുള്ളത് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 8 വർഷമായിട്ട് ഇമ്പോസിബിൾ ആണ്, പ്രാക്ടിക്കൽ അല്ല. നിങ്ങളുടെയൊക്കെ തിരുവോണം എന്ന് പറയുന്നത് സ്റ്റുഡിയോയിലായിരിക്കും? തീർച്ചയായിട്ടും. തിരുവോണം വീട്ടിൽ ആഘോഷിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വളരെ ഡ്യൂട്ടിയിലായിരുന്ന സമയമുണ്ട്. ഇവിടുത്തെ ആഘോഷിക്കാം. നമുക്ക് അതായത് എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെലിബ്രേഷനും ഞങ്ങൾക്ക് അവധിയില്ല. അതാ ഞങ്ങൾക്ക് അന്നാണ് സെലിബ്രേഷൻ എന്ന് പറയുന്നതാണ്. അതെ അതെ, വാർത്ത വായിച്ചാണ് അല്ലെങ്കിൽ പരിപാടി അവതരിപ്പിച്ചാണ് സെലിബ്രേഷൻ. ജോലിയുടെ ഭാഗമായിട്ടേ അതെ അതെ, എല്ലാ ദിവസവും നമുക്ക് ഓണം. കറി ഉണ്ടാക്കാൻ പറഞ്ഞാൽ എന്തുണ്ടാക്കും? ഒന്നും ഉണ്ടാക്കാറിഞ്ഞൂടാ. എനിക്കൊരു സന്തോഷം. പപ്പടം കാച്ചില്ലേ? അയ്യോ, അത് ഭയങ്കര പാടാ. അത് അതാണെങ്കിലും ചിലപ്പോ കരിഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാർ എന്തുണ്ടാക്കും? അല്ലേ, ഇത് ഇവിടുത്തെ പുരുഷ ഘടകങ്ങളോടൊക്കെ ചോദിക്കട്ടെ. ഹേമന്ത് എന്തുണ്ടാക്കും? ഞാൻ പരിപ്പ് പായസം ഉണ്ടാക്കും. പായസമൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ? ചെറുപ്പം അച്ഛന്റെ പരിപ്പ് പായസം ഭയങ്കര കേട്ടോ. അച്ഛനെ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും. ഈ അച്ഛൻ മറ്റേ കപ്പലണ്ടിയൊക്കെ വറുത്തിട്ട് കുഴപ്പം ഞാൻ ഇങ്ങനെ കരിയും. പിന്നെ ശർക്കര ഇങ്ങനെ കുറെ നേരം വഴട്ടും. അപ്പൊ എനിക്ക് ആ കണക്കറിയാം. അപ്പൊ പരിപ്പ് പായസം ഉണ്ടാക്കും, എനിക്കതറിയാം. പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കും. പരിപ്പിനോട് ഒരു പ്രത്യേക താല്പര്യം, ഭയങ്കര താല്പര്യം. മറ്റേ നോർത്തിൽ പഠിച്ചുകൊണ്ട് മറ്റേ ദാൽ റൊട്ടി എന്ന് പറയുന്ന സാധനം ഭയങ്കര. എനിക്ക് വിശക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓണത്തിന് നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരമായി കൗമുദി കാണുന്ന പ്രേക്ഷകരോട് നിങ്ങൾക്കൊക്കെ ഓണത്തിന് എന്താണ് പറയാനുള്ളത്? നിങ്ങളെല്ലാം നിങ്ങളുടേതായ ചാനലുകളിൽ ഇരുന്ന് ലൈവായിട്ട് പറയുമെന്നറിയാം. പക്ഷെ അതിനേക്കാളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് എന്താണ് പറയാനുള്ളത്? അന്ന് പറയാത്തൊരു കാര്യം പറഞ്ഞു തീർക്കട്ടെ. പിന്നെ വേറെ ആരും ഒന്നും പറയില്ലല്ലേ. ഒരു മെസ്സേജ് കൊടുത്ത് തീർക്കാറില്ല. ഓടാൻ പോകുന്ന സമയത്രേ വിശക്കണോ? ഈ കുട്ടി നേരത്തെ വന്നിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ബ്യൂട്ടീഷ്യൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. എനിക്ക് ബ്യൂട്ടീഷ്യൻ ഒന്നും അറിയില്ലല്ലോ. നമ്മുടെ വയറ് പറയും സമയമാവുമ്പോ. അതെ അതെ, തിരുവോണത്തിന് ആരെ പഠനക്ക് ഇടാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാ ആഘോഷങ്ങളും ആഘോഷമാക്കണം. തീർച്ചയായും ഒരു കാര്യവും നാളത്തേക്ക് മാറ്റി വെക്കരുത്. തിരുവോണം ആയാലും ശരി, എന്തോണം ആയാലും ശരി, എന്ത് വിശേഷമാണെങ്കിലും ശരി, ആരോഗ്യത്തോടൊപ്പം നമ്മൾ ആഘോഷമാക്കി അടിപൊളിയാക്കുക. തീർച്ചയായിട്ടും. അപർണ കുറുപ്പിന് എന്താണ് പറയാനുള്ളത്? എല്ലാം സന്തോഷമുള്ളതായിരിക്കട്ടെ. ഒരിക്കലും ചില ഒരു ദുഃഖവാർത്തയും ഇല്ലാത്ത നല്ല ദിവസങ്ങളായിരിക്കട്ടെ ഓണം, വിഷു എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് എല്ലാ ദിവസങ്ങളും സന്തോഷമാകട്ടെ അല്ലേ. ഏതായാലും എന്നെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര പുതുമയുള്ള അനുഭവമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൂരദർശനിൽ വാർത്ത വായിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഏറ്റവും പുതിയ മീഡിയമായിട്ടുള്ള യൂട്യൂബ് എന്ന് പറയുന്ന മീഡിയത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു ചാനലുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും പെട്ട ആളുകളെ കാണുക, അവരോടൊക്കെ അവരുടെ വിശേഷങ്ങൾ കേൾക്കുക, അനുഭവങ്ങൾ കേൾക്കുക. ഞാൻ ജനിക്കുന്നതിന് മുൻപേ തൊട്ട് ഞാൻ ഊന്നി പറയട്ടെ, ഇപ്പം ഇവിടെ എല്ലാവരും ഇവിടെ തുടങ്ങും. എന്നാലും ഞാൻ ജനിക്കുന്നതിന് മുൻപ് തൊട്ടുള്ള വാർത്താ വിശേഷങ്ങൾ കേൾക്കുക. ആദ്യമായിട്ട് വാർത്ത വായിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ അറിയുക. ആകാശവാണി എന്ന് പറയുന്ന ഒരു മാധ്യമത്തെക്കുറിച്ച് ഇത്രയും വിശദമായിട്ട് കേൾക്കുക. ആകാശവാണിയിൽ വാർത്ത വായിക്കാൻ പ്രത്യേകം ക്ലാസ് കൊടുക്കുന്നുണ്ടെന്ന് ഇപ്പോഴറിയുക. ഇതൊക്കെ എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. അപ്പോൾ ഏതായാലും ഇത് നിങ്ങൾക്കും ഒരു പുതിയ അനുഭവം ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഈ പരിപാടി കണ്ടുകൊണ്ടിരുന്നവർക്ക് ബോറടിച്ചിട്ടില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ ഹൃദയം നിറഞ്ഞ, മനസ്സ് നിറഞ്ഞ തിരുവോണ ആശംസകൾ നേരുകയാണ്. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. നല്ല പാചകം, കൃത്യമായ രുചി. ഓരോ കറിക്കും നാടൻ രുചിക്കൂട്ട് ഉറപ്പ് നൽകുന്നു ഗുഡ്നെസ് ഫുഡ് പ്രോഡക്ട്സ്. അപ്പോൾ അവരുടെ ആദ്യത്തെ ഗിഫ്റ്റ് നമ്മൾ നൽകുന്നത് അനുജ ചേച്ചിക്കാണ്. അനുജ ചേച്ചി സ്നേഹത്തോടെ സ്വീകരിച്ചാലും. നമ്പർ 1 കാർ കെയർ പ്രോഡക്റ്റ് ബ്രാൻഡായ ഡീപൂൾ നൽകുന്ന സമ്മാനം നമ്മൾ സമ്മാനിക്കുകയാണ്. സർ, ഹാപ്പി ഓണം. താങ്ക് യു.
നാടൻ വെളിച്ചെണ്ണയുടെ രുചി അറിയോ ഉദുപ്പാൻസ് പ്യോർ കോക്കനട്ട് ഓയിൽ. അവർ നൽകുന്ന സമ്മാനം നമ്മൾ നൽകുകയാണ് അപർണ കുറുപ്പിന്. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും കൂടെ എനിക്കൊരു സമ്മാനം നൽകിയേക്കാണ് സ്പൈസ് കേക്സിന്റെ എ സ്വീറ്റ് സർപ്രൈസ്. അപ്പൊ താങ്ക് യു സോ മച്ച് സ്പൈസ് കേക്സ്.